ഹലോ എവരി വൺ, വെൽക്കം ടു ഫ്രീ പീരിയഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്ന് പറയുന്ന ഭാഗത്തിൽ ബ്ലോക്ക് 1 ബേസിക്സ് ഓഫ് ജേർണലിസം എന്ന് പറയുന്ന ഭാഗത്തിൽ രണ്ടാമത്തെ യൂണിറ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റിസർച്ച് ആൻഡ് ജേർണലിസം എന്ന് പറയുന്ന ഭാഗം. എവല്യൂഷൻ റിസർച്ച് ആൻഡ് ജേർണലിസം എന്ന് പറയുന്ന ഭാഗത്ത് കൂടുതലായിട്ട് എക്സ്പ്ലനേഷൻസ് ഒന്നും കൂടുതലായിട്ടും കൊടുക്കുന്നില്ല. നമ്മൾ ജിപ്സീസും പണ്ടത്തെ കാലത്ത് യാത്രകൾ ചെയ്തിരുന്ന ആളുകളൊക്കെ എങ്ങനെയാണ് ഓരോ ഇന്നോവേഷൻസ് കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഓരോ ഇൻഫർമേഷൻസ് എല്ലാമായിരുന്നു ബാക്കിയുള്ള ആളുകളിലേക്ക്, അവർ ട്രാവൽ ചെയ്യുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, ഗബ്രിയൽ ഗാർസിയ മാർക്വേസ് എന്ന് പറയുന്ന ഒരു ജേർണലിസ്റ്റ് ആയിട്ടുള്ള വ്യക്തി, അദ്ദേഹം 100 Years of Solitude എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകത്തിൽ അദ്ദേഹം കൃത്യമായിട്ട് എഴുതുന്നുണ്ട്. ജിപ്സീസ് എങ്ങനെയാണ് ഐസിനെ വില്ലേജുകളാക്കി മാറ്റുന്നത് എന്ന് പറയുന്ന രീതിയിൽ അവർ ഇന്നോവേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഒരു ഇന്നോവേഷൻസ്, പുതിയ കണ്ടുപിടുത്തങ്ങൾ എന്ന് പറയുന്നത് ഒരു സ്ഥലത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തോട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് എന്തെന്ന് പറയുന്നത് മാറ്റം, ഇന്നോവേഷൻസ് എന്ന് പറയുന്നത്. ഇതങ്ങനെ കൈമാറി വരുന്നതാണ് എന്നുള്ളതാണ് എവല്യൂഷൻ റിസർച്ച് ആൻഡ് ജേർണലിസം എന്ന് പറയുന്ന ഭാഗത്ത് പ്രധാനമായിട്ടും പറയുന്നത്. സയൻസ് ആൻഡ് ജേർണലിസം എന്ന് പറയുന്ന ഭാഗത്ത് ജേർണലിസം കണക്ട് റിസർച്ച് ആൻഡ് ഡിസ്കവറീസ് അക്രോസ് സബ്ജക്റ്റ് എസ്പെഷ്യലി സയൻസ് എന്നുള്ളതാണ്. അതായത് ജേർണലിസം എന്ന് പറയുന്നത് സയൻസുമായിട്ട് ഏറ്റവും റിലേറ്റ് ചെയ്യപ്പെടുന്ന ഒന്നും കൂടിയാണ്. കാരണം റിസർച്ചുകളിലും പുതിയ രീതിയിലുള്ള ഡിസ്കവറീസ്, കണ്ടുപിടുത്തങ്ങളും പഠനങ്ങളും ഗവേഷണങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് അത് ജേർണലിസമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം മീഡിയ ഫ്രീക്വൻ്റ്ലി റിപ്പോർട്ട് ഓൺ ദ ടോപ്പിക്സ് ലൈക്ക് ന്യൂ മൈക്രോബയൽ ഡിസ്കവറീസ്, വൈൽഡ് ലൈഫ് സ്പീഷീസ്, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് വാക്സിൻസ് തുടങ്ങിയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ മീഡിയകൾ വഴി എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ടുകൾ മറ്റ് കാര്യങ്ങളൊക്കെ നൽകാറുണ്ട്. പുതിയ വൈൽഡ് ലൈഫുകളായിട്ടുള്ള സ്പീഷീസിനെ കുറിച്ചുള്ള വാർത്തകൾ, ടെക്നിക്കലായിട്ടുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ, മൈക്രോബയൽ ഡിസ്കവറീസ്, പുതിയ രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ, ഡെവലപ്മെൻറ്റ് ഓഫ് വാക്സിൻസ്, പുതിയ വാക്സിനുകൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ, ഈ കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ളൊക്കെ കൃത്യമായിട്ടുള്ള വാർത്തകൾ അല്ലെങ്കിൽ ലേഖനങ്ങളും മറ്റ് കാര്യങ്ങളൊക്കെ ഒരു ജേർണലിസപരമായിട്ടുള്ള ജേർണലിസ്റ്റുകൾ എന്ത് ചെയ്യാറുണ്ട്, റിപ്പോർട്ട് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ജേർണലുകളിൽ പബ്ലിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് സയൻസും ജേർണലിസം എന്ന് പറയുന്ന വളരെ റിലേറ്റ് ചെയ്യപ്പെട്ടിക്കൊണ്ടിരിക്കുന്ന ഒന്ന് തന്നെയാണ്. ദീസ് ഡിസ്കവറീസ് ഓഫൻ ഹാവ് എ ഫ്യൂച്ചറിസ്റ്റിക് ഇമ്പാക്റ്റ് ഇൻഫ്ലുവൻസിങ് സൊസൈറ്റി ആൻഡ് ഡെയിലി ലൈഫ്. എന്ന് വെച്ചാൽ നമ്മുടെ ഡെയിലി ലൈഫിലും നമ്മുടെ സൊസൈറ്റി, നമ്മുടെ സമൂഹത്തിനൊക്കെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു ഫ്യൂച്ചറിസ്റ്റിക് ഇമ്പാക്റ്റ്, അതായത് സമൂഹത്തിൽ ഇനി മറ്റൊരു രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് സയൻസുകൾ സഹായിക്കുമ്പോൾ അതിന് കൂടെ തന്നെ പ്രവർത്തിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് ജേർണലിസം എന്ന് പറയുന്നത്. അടുത്തത് റോൾ ഓഫ് ജേർണൽസ് എന്ന് പറയുന്ന ഭാഗമാണ്. റോൾ ഓഫ് ജേർണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയോണ്ട് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് വിഷ്വൽ മീഡിയ, ജേർണൽസ് സെർവ് ആസ് എ മീഡിയം ടു പബ്ലിഷ് ഇൻഡെപ്ത് റിസർച്ച് ആർട്ടിക്കിൾസ് എന്നുള്ളതാണ്. ഇൻഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഴത്തിലുള്ള ഇത് എന്നുള്ളതാണ് അർത്ഥമാക്കുന്നത്. ആഴത്തിലുള്ള റിസർച്ച് ആർട്ടിക്കിൾസിനെ കുറിച്ചിട്ട് അത് പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് ജേർണൽസുകൾ എന്ന് പറയുന്നത്. ജേർണൽസുകൾ പൊതുവെ 6 മാസത്തിൽ ഒരിക്കൽ ഇറങ്ങുന്ന ഒരു വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു സെർട്ടൈൻ ടോപ്പിക്സുകളെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്ന ജേർണൽസുകൾ, മാസികകളാണ്. മാസിക എന്ന് പറയാൻ പറ്റില്ല, മീൻസ് 6 മാസത്തിൽ ഇറങ്ങുന്ന ബുക്കുകളാണ് ജേർണലുകൾ എന്ന് പറയുന്നത്. അതായത് ന്യൂസ് പേപ്പേഴ്സും വിഷ്വൽ മീഡിയകളും വളരെ കുറഞ്ഞ കാര്യങ്ങൾ പറയുമ്പോൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതായിരിക്കും ജേർണലുകൾ എന്ന് പറയുന്നത്. ദേ ആർ എസെൻഷ്യൽ ഫോർ ഷെയറിംഗ് ന്യൂ റിസർച്ച് ഗ്ലോബലി കവറിംഗ് ബോത്ത് സയൻസ് ആൻഡ് സോഷ്യൽ സയൻസ്. അതായത് സയൻസിനെ കുറിച്ചും സോഷ്യൽ സയൻസിനെ കുറിച്ചും ഇൻഫർമേഷൻസ് ഗ്ലോബലി ലോകമൊന്നാകെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് ജേർണലുകൾ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് പല ടൈപ്പ് ഓഫ് പ്രോമിനൻ്റ് ആയിട്ടുള്ള സയൻസ് ജേർണൽസ് ആൻഡ് മാഗസിൻസിൻ്റെ പേരുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. നേച്ചർ എന്ന് പറയുന്ന ഒരു ജേർണലുണ്ട്. എ ലീഡിങ് മൾട്ടി ഡിസിപ്ലിനറി സയൻസ് ജേർണൽ ബേസ്ഡ് ഇൻ ലണ്ടനിനെ അടിസ്ഥാനമാക്കിയിട്ട് സയൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഇറങ്ങുന്ന ഒരു നോവലാണ്. കോസ്മോസ് എന്ന് പറയുന്ന ജേർണലാണ്. കോസ്മോസ് എന്ന് പറയുന്ന നെക്സ്റ്റ് ഒരു ജേർണലുണ്ട്. അത് ആൻ ഓസ്ട്രേലിയൻ മാഗസിനാണ്. ഓഫറിംഗ് പ്രിൻ്റ് ആൻഡ് ഡിജിറ്റൽ എഡിറ്റേഴ്സ് ത്രൂ ദ റോയൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓസ്ട്രേലിയ റോയൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വഴി എന്ത് ചെയ്യുന്നുണ്ട്, പ്രിൻ്റായിട്ടും ഡിജിറ്റലായിട്ടും അവൈലബിൾ ആകുന്ന മാഗസിനാണ് കോസ്മോസ് എന്ന് പറയുന്നത്. അടുത്തത് സയൻസ് എന്ന് പറയുന്നതാണ്.
സയൻസ് എന്ന് പറയുന്നത് എ ഗ്ലോബൽ വീക്ക്ലി പബ്ലിഷ്ഡ് ബൈ ദ അമേരിക്കൻ അസോസിയേഷൻ ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ്. അമേരിക്കൻ അസോസിയേഷൻ ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്ന് പറയുന്ന AAAS എന്ന് പറയുന്ന സംഘടന വീക്ക്ലി ആയിട്ട് ഇറക്കുന്ന ഒരു പബ്ലിഷിംഗ് ആണ്, അല്ലെങ്കിൽ ഒരു വീക്ക്ലിയാണ് സയൻസ് എന്ന് പറയുന്നത്. പിന്നെ സയൻസ് ട്രാൻസ്ലേഷൻ മെഡിസിൻ എന്ന് പറയുന്നത് മെഡിസിനെ ആസ്പദമാക്കിയിട്ട് എൻജിനീയറിങ്, അതുപോലെ തന്നെ സയൻസ് തുടങ്ങിയുള്ള കാര്യങ്ങൾ, ഹ്യൂമൻ ഹെൽത്ത് തുടങ്ങിയുള്ള കാര്യങ്ങളുമായി ഫോക്കസ് ചെയ്തുകൊണ്ട് ഇറങ്ങുന്ന ഒരു മാഗസീനാണത്. സയൻസ് റോബോട്ടിക്സ് എന്ന് പറയുന്ന ഒന്നുണ്ട്, അതായത് റോബോട്ടിക്സിൻ്റെ അഡ്വാൻസ്മെൻറ്റിനെ കുറിച്ച് പറയുന്ന ഒരു മാഗസീനാണ് സയൻസ് റോബോട്ടിക്സ് എന്ന് പറയുന്നത്. അടുത്തത് ഓൺലൈൻ സയൻസ് റിസോഴ്സസ് എന്നുള്ളതാണ്. സയൻസ് ഡെയിലി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്, അതായത് അപ് ടു ഡേറ്റ് ആയിട്ട് സയൻസിനെ കുറിച്ചുള്ള ന്യൂസുകൾ, പിന്നെ ഗ്ലോബൽ വാർമിംഗ്, എവല്യൂഷൻസ്, ഹെൽത്ത്, മെഡിസിൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള വാർത്തകൾ ലഭിക്കുന്ന വെബ്സൈറ്റാണ് സയൻസ് ഡെയിലി എന്ന് പറയുന്നത്. 1995 ഇത് ഫൗണ്ട് ചെയ്യുന്നത്. ഇതൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു മാറ്റം, അല്ലെങ്കിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചേഞ്ച് കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് സയൻസ് ഡെയിലി എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിന് സാധിച്ചിട്ടുണ്ട്. അടുത്ത ഡെവലപ്മെൻറ്റ് ആൻഡ് ജേർണലിസം എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അമർത്യ സെൻ എന്ന് പറയുന്ന ഇന്ത്യൻ എക്കണോമിക്സ്റ്റും അതുപോലെ തന്നെ ഫിലോസഫറുമായിട്ടുള്ള അമർത്യ സെൻ എന്ന് പറയുന്ന ആളുടെ കാഴ്ചപ്പാട് പ്രകാരം ഫ്രീഡം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ടു ലിവ് വിത്ത് ഇക്വാലിറ്റി ആൻഡ് റൈറ്റ്സ് എന്നുള്ളതാണ്. നമുക്ക് സ്വാതന്ത്ര്യത്തോട് കൂടിയിട്ട് എല്ലാ അവകാശങ്ങൾക്കും കൂടിയിട്ട് ജീവിക്കാൻ കഴിയുന്നതാണ് ഫ്രീഡം എന്ന് പറയുന്നത്. ഡെവലപ്മെൻറ്റ് ഇൻവോൾവ്സ് ഇംപ്രൂവിങ് പീപ്പിൾസ് ക്വാളിറ്റി ഓഫ് ലൈഫ് ത്രൂ ആക്സസ് ടു റിസോഴ്സ്, എഡ്യൂക്കേഷൻ ആൻഡ് ഇക്വാലിറ്റി എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെവലപ്മെൻറ്റുകൾ എന്ന് പറയുന്നത്, അതായത് ഒരാളുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു വികാസം എന്ന് പറയുന്നത് ഒരു പീപ്പിൾസിന് ക്വാളിറ്റി ലൈഫുകൾ കിട്ടുന്നതിലൂടെയും എല്ലാ ആളുകൾക്കും എല്ലാ റിസോഴ്സുകളും എഡ്യൂക്കേഷൻസും ഇക്വാലിറ്റികളും ഈക്വലായിട്ട് ആക്സസ് ചെയ്യുന്നതിലൂടെയാണ് വ്യക്തിപരമായിട്ടുള്ള ഒരു വികാസം സംഭവിക്കുന്നത്, ഡെവലപ്മെൻറ്റ് സംഭവിക്കുന്നതെന്നാണ് അമർത്യ സെൻ പറയുന്നത്. ഇനി ഒരു ജേർണലിസത്തിൻ്റെ റോൾ എന്താണ് ഒരു ഡെവലപ്മെൻറ്റിൽ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജേർണലിസം എന്ന് പറയുന്നത് ഒരു ആളെ അല്ലെങ്കിൽ ഒരു പീപ്പിൾസിനെ അവർക്ക് ഇൻഫോമിങ് പീപ്പിൾ, ആളുകൾക്ക് പല രീതിയിലുള്ള ടോപ്പിക്കുകൾ അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വഹിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള റോള് വഹിക്കുന്ന ഒരു ഘടകമാണ് ജേർണലിസം എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ഫോർ ഡെവലപ്മെൻറ്റ് ഈസ് ദ കീ ഏരിയ വെർ ജേർണലിസ്റ്റിക് ടൂൾസ് ഹെൽപ്പിംഗ് ദ സ്പ്രെഡിങ് നോളേജ്, എൻകറേജിങ് ഗ്രോത്ത് ആൻഡ് സോൾവിങ് സോഷ്യൽ ഇഷ്യൂസ് എന്നുള്ളതാണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. പ്രധാനമായിട്ടും അതിൻ്റെ ഏരിയാസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ജേർണലിസ്റ്റിക്കിൻ്റെ ടൂളുകൾ എന്ന് പറയുന്നത് നോളജുകൾ സ്പ്രെഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഗ്രോത്ത് ഉണ്ടാകുന്നതിന് എൻകറേജ് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, സൊസൈഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ പാരിസ്ഥിതികപരമായിട്ടുള്ള സൊസൈറ്റിയിലുള്ള പല പ്രശ്നങ്ങൾക്കും സോൾവിങ്ങുകൾ കണ്ടെത്തുക തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളിലൂടെയും ഈ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിന് ജേർണലിസം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് എക്സാമ്പിളാണ് ഒരു പീപ്പിൾ ആർക്കൈവ്സ് ഓഫ് റൂറൽ ഇന്ത്യ. ഇന്ത്യയിലൊരു റൂറൽ ഇന്ത്യയിൽ സഹായിക്കുന്നതിന് വേണ്ടി എങ്ങനെ ജേർണലിസം സഹായിച്ചു എന്നുള്ളതാണ്. പി സായിനാഥ് എന്ന് പറയുന്ന ജേർണലിസ്റ്റ് പീപ്പിൾ ആർക്കൈവ്സ് ഓഫ് റൂറൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അവരുടെ റൂറൽ ലൈഫിനെ കുറിച്ച്, ഗ്രാമീണ പ്രദേശങ്ങളിലെ ജീവിതം, അവരുടെ ജീവിത രീതികൾ, കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ. ഈ റിപ്പോർട്ട് പിന്നീട് ഗ്ലോബൽ അറ്റൻഷൻസ് ലഭിക്കുകയും പിന്നീട് ആ കമ്മ്യൂണിറ്റിക്ക് അവരുടെ എങ്ങനെയൊക്കെയാണ് അവരുടെ കമ്മ്യൂണിറ്റീസിനെ എഫക്റ്റ് ചെയ്യുന്നത്, അവരുടെ ഡെയിലി ലൈഫ് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് തുടങ്ങിയുള്ള കാര്യങ്ങളെക്കുറിച്ച് അതൊരു ഗ്ലോബലായിട്ടുള്ള റീച്ച് കിട്ടുകയും ചെയ്തു. പിന്നീട് പല രീതിയിലുള്ള മാറ്റങ്ങളും ഇത്തരത്തിലുള്ള ജേർണലിസം കൊണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ കൊണ്ട് പല രീതിയിലുള്ള ചേഞ്ചുകളൊക്കെ, ഡെവലപ്മെൻറ്റുകളൊക്കെ വരാൻ സാഹചര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അടുത്ത കോൺട്രിബ്യൂഷൻ ടു ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ്. Journalism records and informs the public about diverse lives including differences in labor, culture, language and lifestyle എന്നുള്ളതാണ്. അതായത് ജേർണലിസം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ജേർണലിസത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡെയിലി ലൈഫിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത് ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. ലേബേഴ്സിനെ കുറിച്ച്, കൾച്ചർ, ലാംഗ്വേജുകൾ, ലൈഫ് സ്റ്റൈലുകൾ, അങ്ങനെ പല രീതിയിലുള്ള ഡിഫറൻസുകളായിട്ടുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ ഡെയിലി ലൈഫിലുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ, ഇൻഫർമേഷൻസ് പീപ്പിൾസിന് ഷെയർ ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ സൊസൈറ്റിയിൽ നടക്കുന്ന പല രീതിയിലുള്ള സ്ട്രഗിൾസ് ഉണ്ടായിരിക്കും, എംപവറിങ് ഉണ്ടായിരിക്കും, അതായത് ശാക്തീകരണപരമായിട്ടുള്ള
കാര്യങ്ങളുണ്ടായിരിക്കും. ഈ കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ സൊസൈറ്റിക്ക് ഒരു അവയർനെസ് കൊടുക്കുക, ഒരു പോസിറ്റീവ് ചേഞ്ചുകൾ ഉണ്ടാക്കുക തുടങ്ങിയുള്ള പല കാര്യങ്ങളിലും വളരെ വലിയൊരു കോൺട്രിബ്യൂഷൻസ് നൽകുന്ന ഒന്നാണ് ഏതെന്ന് പറയുന്നത് ജേർണലിസം എന്ന് പറയുന്നത്. അടുത്ത റെസ്ക്യൂ ആക്ടിവിറ്റീസ് ആൻഡ് ജേർണലിസം എന്നുള്ളതാണ്. നമുക്കറിയുന്ന കാര്യം തന്നെയാണ് റെസ്ക്യൂ, അതായത് സുരക്ഷാപരമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളിലും ജേർണലിസം കൃത്യമായിട്ട് ഇടപെടുന്ന ഒന്നാണ്. നമുക്ക് ക്രൈസിസ് സിറ്റുവേഷൻസ് ഒക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു കോർഡിനേറ്റിംഗ് എഫേർട്ടുകൾ എടുക്കുന്ന ഒന്നാണ് ആളുകളാണ് ജേർണലിസം എന്ന് പറയുന്നത്, മാധ്യമ പ്രവർത്തകർ എന്ന് പറയുന്നത്. 2018 കേരളത്തിൽ ഫ്ലഡ് വരുന്ന സമയത്ത് അതിൻ്റെ ഫ്ലഡുകൾ എത്രത്തോളം എഫക്റ്റ് ചെയ്തു എന്നുള്ളതും, അതുപോലെ തന്നെ ഡാമേജുകൾ വന്നത്, മരണങ്ങൾ സംഭവിച്ച വാർത്തകൾ, ഹെൽപ്പ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പീപ്പിൾസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യപ്പെടുന്നതിലൊക്കെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നായിരുന്നു ഏതെന്ന് പറയുന്നത് ജേർണലിസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റോൾ ഓഫ് മീഡിയ ഡ്യൂറിങ് ദ കേരള ഫ്ലഡ്, കേരളത്തിന് ഫ്ലഡ് സംഭവിക്കുന്ന സമയത്ത് മീഡിയയ്ക്ക് എന്തായിരുന്നു ഡ്യൂട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെലിവിഷൻ ചാനലുകൾ വഴി അർജൻറ്റായിട്ടുള്ള അപ്ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മറ്റേ റിക്വയർഡ് മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ലിസ്റ്റുകൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്ലഡ് അഫക്റ്റഡ് ഏരിയാസ് എവിടെയൊക്കെയാണ് അങ്ങോട്ടുള്ള റിക്വസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഫേസ്ബുക്ക്, വാട്സപ്പ്, ടെലഗ്രാം തുടങ്ങിയിട്ടുള്ള എല്ലാ ചാനലുകളും അതിലൂടെ വാർത്തകൾ ഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലെല്ലാം കൺട്രോൾ റൂമുകളായിട്ടാണ് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. പീപ്പിൾസ് ആവശ്യമുള്ള കാര്യങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. മലയാളം ടെലിവിഷൻ ചാനലുകൾ 24/7 എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഹെൽപ്പ് ലൈൻ സെൻറ്റേഴ്സായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയെല്ലാം ഫ്ലഡിൻ്റെ സമയത്ത് മീഡിയാസ് റോള് വഹിക്കുന്നുണ്ട്. അടുത്തത് ആക്റ്റീവ് കോൺട്രിബ്യൂഷൻസ് ഓഫ് ജേർണലിസ്റ്റ്. എന്തൊക്കെയായിരുന്നു ജേർണലിസ്റ്റിൻ്റെ ആക്റ്റീവ് കോൺട്രിബ്യൂഷൻസ് എന്ന് പറയുന്നത്? എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, കളക്ടിങ് സപ്ലൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലും ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നതിനും, അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രമല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, പല വ്യക്തിപരമായിട്ടുള്ള പല പ്രൊഡക്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഫ്ലഡിൻ്റെ സമയത്ത് സാധന സേവനങ്ങളായിട്ട് എത്തിച്ചു നൽകുന്നതിനും, റിലീഫ് എഫേർട്ടുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട്, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പങ്കാളികളാവുന്നതിന് വേണ്ടിയിട്ടും പോസ്റ്റേഴ്സുകൾ, ഷോർട്ട് വീഡിയോസ് തുടങ്ങിയുള്ള പല കാര്യങ്ങളും ഉണ്ടാക്കിക്കൊണ്ട് സൊസൈറ്റിയിൽ ഒരു അവയർനെസ് ഉണ്ടാക്കുന്നതിനും ജേർണലിസ്റ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സഹായിച്ചിട്ടുണ്ട്. ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ആൻഡ് ജേർണലിസം എന്ന് പറയുന്ന ടോപ്പിക്കിൽ ജേർണലിസം എന്താണ്, ഒരു ക്രിയേറ്റീവ് വർക്ക്സ് ആണ് എന്തെന്ന് പറയുന്നത് ജേർണലിസം എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് സ്റ്റോറീസ്, പോംസ്, നോവൽസുകൾ, ട്രാവലോഗുകൾ അല്ലെങ്കിൽ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മാഗസീൻസിലൂടെ, ന്യൂസ് പേപ്പേഴ്സിലൂടെ അല്ലെങ്കിൽ അതർ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെ ഒക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് ഇതൊരു ജേർണലിസത്തിൻ്റെ ഭാഗമായിട്ടും കൂടി എന്ത് ചെയ്യാണ്, മാറുകയാണ്. അതായത് ദീസ് ലിറ്റററി വർക്ക്സ് ഹെൽപ്പ് പീപ്പിൾ അണ്ടർസ്റ്റാൻഡ് ഡിഫറെൻറ്റ് പെർസ്പെക്റ്റീവ്സ്. അതായത് ജനങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്റ്റോറീസ്, പോംസ്, നോവൽസ്, ട്രാവലോഗുകൾ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ വായിക്കുന്നത് വഴി ജനങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാവാനും, വ്യത്യസ്തമായിട്ടുള്ള ഇമോഷൻസ് സ്വീകരിക്കാനും, സമാധാനത്തിനും അതുപോലെ തന്നെ ഇൻസ്പിറേഷൻസിനും നമ്മൾ ഒരു രീതിയിൽ ഇൻസ്പയർഡ് ആവുന്നതിനൊക്കെ ജേർണലിസം നമ്മളെ സഹായിക്കുന്നുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസാണ് ദ ഹിന്ദു, ലിറ്റററി മാഗസിൻസിൻ്റെ എക്സാമ്പിൾസാണ് ദ ഹിന്ദു, അപ്പോളോ മാഗസിൻ ലണ്ടൻ ബേസ് ചെയ്തിട്ട് ഇറങ്ങുന്നതാണ്, ആർട്ട് ന്യൂസ് US ബേസ് ചെയ്തിട്ട് ഇറങ്ങുന്നതാണ്, എസ്തറ്റിക്ക എന്ന് പറയുന്ന UK ബേസ്ഡ് ആയിട്ട് ഇറങ്ങുന്നതാണ്, ആർട്ട് ആഫ്രിക്ക എന്ന് പറയുന്നത് തുടങ്ങിയിട്ടുള്ള മാഗസിൻസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള മാഗസിൻസൊക്കെ ആർട്ട് ഫോംസുകൾ, ആർട്ടിസ്റ്റുകൾ, ലിറ്റററി വർക്ക്സ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ റീഡേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങുന്ന മാഗസിൻസ് ാണ്. ഇനി പർപ്പസ് ഓഫ് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ ഇൻ ജേർണലിസം, എന്തിനാണ് ഇത്തരത്തിലുള്ള പർപ്പസുകൾ, എന്തൊക്കെയാണ് ഇതിൻ്റെ എന്താണ് ആവശ്യകതകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജേർണലിസം ഹെൽപ്പ് മേക്ക് ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ മോർ ആക്സസിബിൾ ബൈ റൈറ്റിംഗ് അബൌട്ട് ദം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടും ലിറ്ററേച്ചറും തുടങ്ങിയ കാര്യങ്ങൾ എല്ലാവർക്കും ആക്സസ് ചെയ്യുന്ന രീതിയിലാക്കി മാറ്റുന്നത് ആരാണ്, ജേർണലിസമാണ്. റിവ്യൂസുകൾ വഴി, ഇൻ്റർവ്യൂസ് വഴി, ഫീച്ചർ ആർട്ടിക്കിൾസ് തുടങ്ങിയിട്ടുള്ള പല കാര്യങ്ങളും വഴി എല്ലാ ആളുകളിലേക്കും എത്തിക്കുന്നത് ജേർണലിസം ആയിരിക്കും. അതുപോലെ തന്നെ ഇറ്റ് എൻകറേജ് റിഫ്ലക്ഷൻ ഓൺ ദ ക്രിയേറ്റീവ് വർക്ക്സ് ആൻഡ് പ്രൊവൈഡ് റീഡേഴ്സ് വിത്ത് ന്യൂ ഐഡിയാസ്, തോട്ട് ആൻഡ് ഈവൻ കോൺഫ്ലിക്റ്റ് ടു കൺസിഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വായിക്കുന്ന റീഡേഴ്സിന് പുതിയ ഐഡിയകളും പുതിയ തോട്ടുകളും പുതിയ ചിന്തകളൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ട് ജേർണലിസം വളരെയധികം എന്ത് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സിനിമ ആൻഡ് ജേർണലിസം എന്ന് പറയുന്ന ഭാഗത്ത് സിനിമ ഒരു ആസ് എ മീഡിയമാക്കി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിനിമ ഒരു മേജറായിട്ടുള്ള ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഘടകമാണ്. 2000 മൂവീസാണ് ഇന്ത്യയിൽ മാത്രമായിട്ട് ഒരു വർഷത്തിൽ ഇറങ്ങുന്നത്. മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക് തുടങ്ങിയുള്ള പല ലാംഗ്വേജുകളിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സിനിമകൾ ഇന്ത്യയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ത്രില്ലേഴ്സ്, റൊമാൻറ്റിക് ഫിലിംസ് ആയിട്ട്, ആക്ഷൻ, ആനിമേറ്റഡ് ഫിലിംസ് തുടങ്ങിയിട്ടുള്ള വെറൈറ്റി ഓഫ് സ്റ്റോറി ടെല്ലിങ്ങുകൾ സിനിമയിൽ അവൈലബിൾ ആണ്. ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഹ്യൂജ് ആയിട്ടുള്ള ഗ്ലോബൽ ബിസിനസ്സാണ്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ 200, 300, 400 കോടി രൂപയ്ക്കൊക്കെയാണ് എന്ത് ചെയ്യുന്നത് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള ഹ്യൂജ് ആയിട്ടുള്ള ഗ്ലോബൽ ബിസിനസ് നടത്തുന്ന ഒന്നാണ് സിനിമ എന്ന് പറയുന്നത്. സിനിമയും ജേർണലിസം തമ്മിലുള്ള കണക്ഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള കണക്ഷൻ തന്നെയുണ്ട്. കാരണം ഫിലിം റിവ്യൂസ് ഡിസ്കഷൻസ് ആർ പ്രോമിനൻറ്റ് ഫീച്ചേഴ്സ് ഇൻ ജേർണലിസം. അതായത് ഫിലിമിനെ കുറിച്ചുള്ള റിവ്യൂസ്, അതിൻ്റെ ഡിസ്കഷൻസ് എന്നൊക്കെ പറയുന്നത് ജേർണലിസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. മാത്രമല്ല മെനി ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് മാഗസീൻസ് ഹാവ് കോളംസ് ഡെഡിക്കേറ്റഡ് ടു മൂവി റിവ്യൂസ് ആൻഡ് സിനിമ ന്യൂസ്. അതായത് പല ന്യൂസ് പേപ്പേഴ്സിലും മാഗസീൻസിലും എന്തുണ്ട് മൂവീസിനെ കുറിച്ചുള്ള റിവ്യൂസ് എഴുതുന്നതിന് വേണ്ടിയിട്ട്, സിനിമകൾക്ക് കുറിച്ചുള്ള ന്യൂസുകൾ എഴുതുന്നതിന് വേണ്ടിയിട്ട് കോളം, ഒരു സ്പേസുകൾ അവൈലബിൾ ആണ്. അതിലൊന്നാമത്തെ ചലച്ചിത്ര സമീക്ഷ എന്ന് പറയുന്ന ഒരു മാഗസിനുണ്ട്. കേരള സ്റ്റേറ്റ് ചലച്ചിത്ര അക്കാദമി ഇറക്കുന്നതാണ്. അതുപോലെ തന്നെ സിനിമ ഫോക്സ്ഡ് പബ്ലിക്കേഷൻസിന് എക്സാമ്പിളും കൂടിയാണ് ഈ ചലച്ചിത്ര സമീക്ഷ എന്ന് പറയുന്നത്. പിന്നെ സോഷ്യൽ മീഡിയയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിലിം ക്ലബ്ബുകളുണ്ട്, ഓൺലൈൻ ഡിസ്കഷൻസ് തുടങ്ങിയിട്ടുള്ള പല ഗ്രൂപ്പുകളും അവൈലബിൾ ആണ്. ഫേസ്ബുക്കിലും യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ സിനിമകളെക്കുറിച്ചുള്ള റിവ്യൂസ്, മറ്റു കാര്യങ്ങൾ, ട്രോളുകളൊക്കെ അവൈലബിൾ ആവുന്നുണ്ട്. ഇതൊക്കെ സിനിമകളെക്കുറിച്ചുള്ള ചർച്ചകൾ ജേർണലിസം വഴി നടക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ സിനിമ ഹാസ് ബിക്കം മോർ ദാൻ ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റിനേക്കാളും ഒരു പവർഫുള്ളായിട്ടുള്ള ടൂളും കൂടിയാണ് ഏതെന്ന് പറയുന്നത് സിനിമകളെന്ന് പറയുന്നത്. കാരണം ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന ഒരു ടൂളും കൂടിയാണ്. ഇപ്പം മാരി സെൽവരാജിൻ്റെ അടക്കമുള്ള വെട്രിമാറിൻ്റെ അടക്കമുള്ള സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോ കാസ്റ്റിൽ പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ ജാതിപരമായിട്ടുള്ള വിവേചനങ്ങൾ, അവർക്ക് വരുന്ന പ്രശ്നങ്ങൾ, അതിനെ മറികടക്കാനുള്ള കാര്യങ്ങൾ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അവരുടെ ഒപ്പീനിയൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സിനിമകൾ വഴി എന്ത് ചെയ്യുന്നുണ്ട്, ഓഡിയൻസിലോട്ട് കൈമാറ്റം ചെയ്യുന്നുണ്ട്. പിന്നീട് അതിനെക്കുറിച്ച് റിവ്യൂസ് നടക്കുന്ന, ഡിസ്കഷൻസ് നടക്കുന്ന, ക്രിട്ടിക്കുകൾ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് നടക്കാറുണ്ട്. മാർക്കറ്റ് ആൻഡ് ജേർണലിസം എന്ന് പറയുന്ന ഭാഗത്ത് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും സെല്ലിംഗ് എന്നുള്ളതാണ്, കൺസ്യൂമേഴ്സ് എന്നുള്ളതാണ്. അതായത് ആസ് കൺസ്യൂമേഴ്സ് വി പർച്ചേസ് വേരിയസ് പ്രൊഡക്റ്റ് ലൈക്ക് ബുക്സ്, ഫുഡ്, ക്ലോത്ത് എക്സെട്ര ആൻഡ് അഡ്വർടൈസിങ് പ്ലേസ് എ ക്രൂഷ്യൽ റോൾ ഇൻ അവർ ഡിസിഷൻസ്. നമ്മൾ ഇപ്പോൾ ബുക്കുകളോ ഫുഡ്, ക്ലോത്ത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഒരു ന്യൂസ് പേപ്പർ ആയിട്ടുള്ള ഹിക്കി ഗസറ്റ് അല്ലെങ്കിൽ ഹിക്കീസ് ബംഗാൾ ഗസറ്റ്, അതുപോലെ തന്നെ കൽക്കട്ട അഡ്വർടൈസ് ജേർണൽ എന്ന് പറയുന്ന ന്യൂസ് പേപ്പർ ഏറ്റവും കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത് അഡ്വർടൈസ്മെൻറ്റുകളായിരുന്നു. അഡ്വർടൈസിങ് ജേർണലിസത്തിന് തുടക്കം കുറിച്ചത് തന്നെ ബംഗാൾ ഗസറ്റ് എന്ന് പറയുന്ന ന്യൂസ് പേപ്പറാണ്. അഡ്വർടൈസ് ആർ ഇൻഡിവിജ്വൽസ് ഓർ കമ്പനീസ് റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിംഗ് അഡ്വർടൈസ്മെൻറ്റ്. അതായത് അഡ്വർടൈസ്മെൻറ്റ് നിർമ്മിക്കുന്ന ആളുകളാണ് അഡ്വർടൈസേഴ്സ് എന്ന് പറയുന്ന ആളുകൾ. ഇവർ കമ്പനീസോ ഇൻഡിവിജ്വൽസോ തുടങ്ങിയിട്ടുള്ള ആളുകളായിരിക്കും. അപ്പോൾ ഇവരെന്തിനു വേണ്ടിയിട്ട് പരസ്യം കൊടുക്കുന്നത്? വിച്ച് പ്രൊമോട്ട് പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്. അതായത് അവരുടെ പ്രൊഡക്റ്റുകൾ, അവരുടെ സേവനങ്ങൾ തുടങ്ങിയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പരസ്യങ്ങൾ നൽകുന്നത്. ഇനി അഡ്വർടൈസിങ് ഇൻ മീഡിയ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബോത്ത് പ്രിൻ്റ് ആൻഡ് വിഷ്വൽ മീഡിയ. പ്രിൻ്റ് മീഡിയ എന്ന് പറയുന്നത് ന്യൂസ് പേപ്പേഴ്സാണ്, അതുപോലെ ന്യൂസ് പേപ്പേഴ്സ്, മാഗസീൻസ് ആണ്. വിഷ്വൽ മീഡിയ എന്ന് പറയുന്ന TV, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിലൊക്കെ കൂടുതലായിട്ടും അഡ്വർടൈസ്മെൻറ്റുകൾ നമ്മൾ നൽകാറുണ്ട്, നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. അഡ്വർടൈസ്മെൻറ്റ് ആർ ക്രൂഷ്യൽ ഫോർ ബിസിനസ് ടു റീച്ച് കസ്റ്റമേഴ്സ് ആൻഡ് ദേ ആർ എ സിഗ്നിഫിക്കൻറ്റ് പാർട്ട് ഓഫ് മീഡിയ കണ്ടൻറ്റ് എൻഷുറിങ് പ്രൊഡക്റ്റ് സെയിൽ എന്നുള്ളതാണ്. അതായത് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ, അതായത് ഒരു ബിസിനസ് അവരുടെ സർവീസ്, സേവനങ്ങൾ തുടങ്ങിയുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ക്രൂഷ്യലായിട്ടുള്ള കാര്യമാണ് അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, മീഡിയാസിനെ ഉപയോഗപ്പെടുത്തുന്നത്. ഫിലിം ഇൻഡസ്ട്രി, അഡ്വർടൈസിങ് ഇൻഡസ്ട്രി തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ജേർണലിസത്തിൻ്റെ വളരെയധികം പാർട്ടായിട്ടുള്ള ഒന്നാണ്. ഇതിലൊക്കെ ആഡ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇതിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പബ്ലിക്കിൻ്റെ ബിഹേവിയർ, അതായത് ഷോപ്പിംഗ്, കൺസ്യൂമിങ് ബിഹേവിയറിനെ ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതായത് ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് നല്ലത്, ഏതൊക്കെ പ്രൊഡക്റ്റുകളാണ് നിങ്ങൾ മേടിക്കേണ്ടത് എന്നുള്ള ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുന്നതിൽ അഡ്വർടൈസ്മെൻറ്റുകൾ കൂടുതലായിട്ടും നമ്മളെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് സെക്കൻഡ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.